പ്രശാന്തേട്ടാ, വെറും വഞ്ചകരാണ് ഇവർ, കൊടും വഞ്ചകർ. ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു എന്താ പറയുക, ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടികൾ എവിടെ എവിടെ പോയിട്ട് ഇവർക്ക് ഇതിനൊക്കെ പാപം വീട്ടുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. യഥാർത്ഥത്തിൽ എത്ര കാലങ്ങളായിട്ട് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, കരുവന്നൂരിലെ കാര്യം നമുക്കറിയാം. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇപ്പം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയോടാണ് ഈ ക്രൂരകൃത്യം, അതും വിധവയായിട്ടുള്ളൊരു സ്ത്രീയോടാണ് ഈ ക്രൂരകൃത്യം ഇവർ കാണിച്ചിരിക്കുന്നത്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. നാട്ടിൽ മുഴുവൻ പേരുദോഷമാണ് ഇവർക്കുള്ളത്. എന്നിട്ട് ഇവർ പഠിക്കുന്നില്ലല്ലോ. എന്താ സംഭവം? ഇത് ഒരു പാവപ്പെട്ട ഒരു വിധവയായ സ്ത്രീയുടെ വിധവാ പെൻഷൻ CPM ലോക്കൽ സെക്രട്ടറി, ബാങ്ക് ജീവനക്കാരനായ ലോക്കൽ സെക്രട്ടറി അടിച്ചു മാറ്റി എന്നാണ് കേസാണത്. ഇത് സംഭവം നടന്നിരിക്കുന്ന അടൂര്. 7 മാസത്തെ പെൻഷൻ അവരുടെ നഷ്ടപ്പെട്ടു. അല്ല, അപ്പോൾ ഇത് എങ്ങനെ ഇവർ അറിയുന്നത്? അത് വിശദമായിട്ട് പറയാം. ഇത് ഒരു പാവപ്പെട്ട വിധവയായ സ്ത്രീ. ഇവർക്ക് എത്ര വയസ്സുണ്ട്? ഇവരുടെക്ക് വയസ്സ് കൃത്യമായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ അവർ അടൂരാണ് കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, കടമ്പനാട് സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് അവർ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, വിധവാ പെൻഷൻ. ഈ അടുത്ത കാലത്ത് അവർ ഈ വിധവാ പെൻഷൻ്റെ മസ്റ്ററിങ്ങിന് ചെല്ലണം. വേറെ വിവാഹം കഴിച്ചിട്ടില്ല. പെൻഷൻ മസ്റ്ററിങ് ഉണ്ടല്ലോ, സർക്കാർ വർഷത്തിലൊരിക്കൽ മസ്റ്ററിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പെൻഷൻകാരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പെൻഷൻ മസ്റ്ററിങ്ങിന് ചെന്നപ്പോഴാണ് ഇവർ ഈ വിവരം അറിയുന്നത്. ഈ 7 മാസത്തെ പെൻഷൻ ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ല, അപ്പോൾ ഇത് 7 മാസമായിട്ട് ഇവരെ പെൻഷൻ വാങ്ങാൻ പോയി. ഇവർ പെൻഷൻ കിട്ടിയിട്ടില്ല. ഇവർക്ക് പെൻഷൻ അത് ഈ 7 മാസത്തെ കണക്കാണ് ഇവർ പറയുന്നത്. ഇത് കടമ്പനാട് 12ാം വാർഡിലാണ്, കടമ്പനാട് പഞ്ചായത്തിലെ 12ാം വാർഡിലാണ്. ഇവരെവിടെ ചെന്നു? ഇവർ പഞ്ചായത്തിൽ മസ്റ്ററിങ്ങിന് ചെന്നു. പഞ്ചായത്ത് വഴിയാണല്ലോ പെൻഷൻ വരുന്നത്. അത് ഈ സർവീസ് സഹകരണ ബാങ്ക് വഴിയാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അത് പറങ്കി, ഇത് ഇവരുടെ അഡ്രസ്സ് പറയുന്നുണ്ട്. തുവയൂർ തെക്ക് പറങ്കി മാമ്പിള വീട്ടിൽ K ചന്ദ്രിക. വയസ്സ് പറയുന്നില്ല ഇതിനകത്ത്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്തായാലും ഒരുപാടങ്ങ് വൃദ്ധയാണ് എന്ന് പറയാൻ സാധിക്കുമോ എന്തോ. എന്തായാലും അവർ മസ്റ്ററിങ്ങിന് പഞ്ചായത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഈ പെൻഷൻ മറ്റാരോ വാങ്ങിച്ചിരിക്കുന്നു, അത് 7 മാസത്തെ പെൻഷൻ നഷ്ടപ്പെട്ടു എന്നിവരറിയുന്നു. ഇത് ഈ കഴിഞ്ഞ 11-നാണ് ഇവരിത് മനസ്സിലാക്കുന്നത്. 1.5 ലക്ഷം രൂപയോളം ഉണ്ടാവും. അല്ല, വിധവാ പെൻഷൻ അല്ലേ, നമുക്ക് തുകയൊന്നും പറയുന്നില്ല. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വണ്ണം അതിൻ്റെ ആദ്യത്തെ വാർത്തകൾ വരുന്നതേ ഉള്ളൂ. ഈ കൂടുതൽ വിശദമായിട്ട് വാർത്തകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ 11-നാണ് ഇവർ പരാതിപ്പെട്ടത്. 11-നാണ് ഈ സംഭവം അറിയുന്നത്. അവരപ്പം തന്നെ പരാതിപ്പെട്ടു. ഈ ഇവരുടെ ID വഴി അക്കൗണ്ടിൽ ഇവർക്ക് ഒരു ID ഒക്കെ കൊടുക്കും സർക്കാർ. ആ ID വഴി ഇവരുടെ അക്കൗണ്ടിലേക്ക്, ഈ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തിയിട്ടാണ് അവിടെ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് സഹകരണ ബാങ്കിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇതിനകത്ത് CPM ലോക്കൽ സെക്രട്ടറി കൂടിയായ ബാങ്ക് ജീവനക്കാരൻ എന്നേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജു എന്നാണ് പറയണത്. അയാൾ ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിലെത്തി 7 മാസത്തെ പെൻഷൻ പണവും കൈമാറി. അതായത് ഇവർ പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇന്ന് രാവിലെ 11-ാം തീയതി പരാതിപ്പെട്ടു. ഇന്ന് തീയതി എത്രയായെന്ന് അറിയാമല്ലോ. അയാൾ ഇന്ന് രാവിലെ വീട്ടിലെത്തി ഈ പണം കൈമാറി. എന്നിട്ട് അവരോട് കാല് പിടിച്ച് പറഞ്ഞു, എന്നെ സഹായിക്കണം, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഈ വിധവയായ ഒരു സാധു സ്ത്രീ അല്ലേ, അവരുടെ പെൻഷൻ ഇങ്ങനെ തട്ടിയെടുത്തു. അപ്പോൾ ഇത് സംഭവം പെട്ടെന്ന് നാട്ടിലേക്ക് എന്താ ഇതിൽ ഇവർ കണ്ട് വിധവയായിരിക്കുന്ന സ്ത്രീയാണല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ല. പിന്നെ സ്ത്രീയാണ്, കുറച്ച് പ്രായം കാണുമായിരിക്കും അവർക്ക്. നമുക്ക് പ്രായം അതെല്ലാം കണ്ടുകൊണ്ട് ഇവരെ, അതായത് ഇനി വരുന്നു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വരുന്നു. അവിടെ ഇത് പെട്ടെന്ന് നാട്ടിലാകെ പരന്നതും ഇവർ വിവാഹം കഴിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ബാങ്ക് ജീവനക്കാർ ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ്. ഈ സഹകരണ ബാങ്ക് ജീവനക്കാർ
പ്രചരിപ്പിക്കുന്നത് ഈ വിധവയായ സ്ത്രീ പുനർവിവാഹിതയാണ്, അതുകൊണ്ടാണ് അവരുടെ പെൻഷൻ മുടങ്ങിയത്, പിടിച്ചു വെച്ചത്, ഞങ്ങൾ പിടിച്ചു വെച്ചത് എന്ന കള്ളപ്രചാരണമാണ് നടക്കുന്നത്. സ്ഥിരം രീതിയാണല്ലോ. ആടിനെ പട്ടിയാക്കലാണ്. പട്ടിയെ പേപ്പട്ടിയാക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. അവസാനം പറയാം അയ്യോ അത് ആടായിരുന്നു എന്ന് പറഞ്ഞ് കറി വെച്ച് മൃഷ്ടാന്നം ഭക്ഷിക്കുകയും. ഇവർ ഈ പാവപ്പെട്ടവരുടെ പ്രസ്ഥാനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് മനസ്സാക്ഷിയുള്ളവർക്കല്ലേ പാവപ്പെട്ടവനോടും അശരണരോടും ആലംബഹീനരോടും ഒക്കെ ഒരു ദയയും കാരുണ്യം തോന്നുള്ളൂ. മനസ്സാക്ഷിയുള്ളവർക്കല്ലേ തോന്നുള്ളൂ, മനുഷ്യപ്പറ്റുള്ളവനല്ലേ തോന്നുള്ളൂ. അതില്ലാത്തവനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതായത് അമിതമായ പണം, സ്വാധീനം, ഭരിക്കുന്നു, ഭരണസ്വാധീനം, എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല, പാർട്ടി രക്ഷിക്കും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇത് മൂക്കുകയറിടേണ്ടത്, ഇത് തടയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി നേതൃത്വം തന്നെ കറപ്റ്റഡാണ്. അവർ തന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഞാൻ പറയുന്നത് CPM മാത്രമല്ല, നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഏതാണ്ട് ഈ ഗണത്തിൽപ്പെടുത്തും. അധികാരം കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും. കേരളത്തിൽ പക്ഷെ അങ്ങനെയല്ല. കേരളത്തിൽ CPM ഇത് കൂടുതലായിട്ട് ചെയ്യും. പക്ഷെ മറ്റവരാരും മോശക്കാരല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ പാർട്ടികളുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സങ്കടകരമായ കാര്യം, ഇതെല്ലാം ചെയ്ത് അവരുടെ 7 മാസത്തെ പെൻഷൻ തട്ടിയെടുത്തിട്ട് നുണപ്രചാരണം നടത്തുകയാണ്. നമ്മുടെ ആന്തൂർ സാജൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അല്ലേ? PK ശ്യാമളയും ഭർത്താവ് MV ഗോവിന്ദനും ആ വിഷയത്തിൽ ആരോപണ വിധേയരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ CPM മുഖപത്രം തന്നെ രംഗത്തിറങ്ങി. അവർ സ്വഭാവശുദ്ധി ഇല്ലാത്ത സ്ത്രീയായിരുന്നു, അവർ അനാശാസ്യമൊക്കെ ചെയ്തിരുന്നു, കുഴപ്പക്കാരിയാണ്, ഇതിൽ മനന്നൊന്താണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നുള്ള കള്ളപ്രചാരണം നാടൊട്ടുക്ക് നടത്തി. അവസാനം അത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ എല്ലാം കൂടെ അതിനെ വലിച്ചു കയറി ഒട്ടിച്ചപ്പോഴാണ് അത് പിൻവാങ്ങിയത് ഈ പാർട്ടി. അതായത് എന്ത് തന്ത്രവും പ്രയോഗിച്ച്, എന്ത് കുടിലതന്ത്രവും, അതാണ് പറയേണ്ടത്, എന്ത് കുടിലതന്ത്രവും പ്രയോഗിച്ച് വെടക്കാക്കി തനിക്കാക്കുക. അതാണ് ആ വാക്യം, വെടക്കാക്കി തനിക്കാക്കുക. ഇത് ഇവരുടെ സ്ഥിരം ശൈലിയാണ്. അതിന് ഒത്താശ ചെയ്യുകയാണ് പാർട്ടി നേതൃത്വം. ഇതാണ് തിരുത്തേണ്ടത്. ഇവരുടെ ചില രീതികളുണ്ട്. ജനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ കൊണ്ടുവരും, എന്നിട്ട് കുറച്ച് ദിവസം അനങ്ങാതിരിക്കും. പ്രതിഷേധങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രതിഷേധങ്ങളൊക്കെ വന്നു കഴിയും. കുറച്ച് ദിവസം പ്രതിഷേധങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിൻവലിക്കും. എന്താ ഉദ്ദേശം? നമ്മൾ പ്രതിഷേധങ്ങളൊക്കെ ജനങ്ങളൊപ്പമാണ്, ജനകീയ പ്രക്ഷോഭം, ഞങ്ങൾ അതുകൊണ്ട് പിൻവലിച്ചു. ഇതാണല്ലോ കേരളയിലും സംഭവിച്ചത്. ഒന്ന് പിൻവാങ്ങിയത് അതാണ്. ഇപ്പൊ വീണ്ടും കേരളയിൽ പൊടി തട്ടിയെടുത്തു. ആളുകൾക്ക്, പ്രേക്ഷകർക്ക് അറിയായിരിക്കും. നമ്മുടെ നാട്ടില് ഒരാളുണ്ട്, ആ സ്ത്രീയുടെ പേര് ചിത്രലേഖ എന്നാണ്. ഓട്ടോറിക്ഷ തൊഴിലാളി. അവർ അടുത്ത് മരിച്ചുപോയി. ദളിത് സ്ത്രീയാണ്. അവർ ഒരുപാട് കാലം നിരാഹാരം ഇരുന്നിട്ടുണ്ട്. അത് ജാതി പറഞ്ഞിട്ട് CPMകാർ അവരെ ആക്ഷേപിക്കുന്നു. CITU അവർ ഓട്ടോറിക്ഷ തൊഴിലാളിയാണല്ലോ. അവർക്ക് ഇവരെന്ന് പറയുന്നത്, ഞാൻ അവിടെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, വളരെ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് പ്രതികരണമൊക്കെയുള്ള, അങ്ങനെ ആരെയും ഭയപ്പെടാത്തൊരു സ്ത്രീയാണ്. അപ്പം ഇവർ CPMനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം ഇവർക്ക് അവരോടുണ്ട്. അപ്പോൾ എവിടെ പോയാലും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. കഷ്ടം. സ്ത്രീകളോട് ഞാൻ അസുഖമായിട്ട് അവർ മരിച്ചുപോയി അല്ലേ? അവർ ക്യാൻസർ ആയിരുന്നു. അവർ മരിച്ചുപോയി. അങ്ങനത്തെ ആൾക്കാരെ അല്ലെ, അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ നേതൃത്വമാണ്. കണ്ണൂരിലെ നേതൃത്വം, നേതൃത്വമാണ്. അവരും ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഇത് ആദ്യമല്ല. സ്ത്രീകൾക്ക് നേരെയുള്ള ഇവരുടെ ആക്രമണം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് കുറെ കാലങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു കാര്യം, ഗൗതം പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഇത് കണ്ണൂരിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസമാണ് ഒരു കാലത്ത്. ഇപ്പൊ അത് കേരളം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ കണ്ണൂരിൽ ഞാനത് പക്ഷെ എല്ലാ സ്ഥലത്തും ആണെന്ന് പറയുന്നില്ല. ചില സ്ഥലങ്ങളിൽ വളരെ സ്നേഹസമ്പന്നമായിട്ട് പെരുമാറുന്ന പാർട്ടി നേതൃത്വം ഉണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതുപോലെ ഇതിനകത്ത് ഗൗതം പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇത് നിയന്ത്രിക്കേണ്ടത് ആരാ? നേതൃത്വമാണ്. ആ നേതൃത്വം തന്നെ കുഴപ്പത്തിലായതുകൊണ്ടാണ് ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. ഇത് അടിച്ചു മാറ്റൽ, എന്താ പറയുക, പരസ്യമായിട്ട് കക്കുക.
അതാണ്, കക്കലാണ് നടന്നിരിക്കുന്നത്, കവർച്ചയാണ് നടന്നത്, നാണം കെട്ട കവർച്ച. ഇത് പൊതുജന മധ്യത്തിൽ CPM ഉടുതുണി ഉരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല.